മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പ്രത്യേക യോഗം ചേരും. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ജനകീയ തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികളെത്തി വൃത്തിയാക്കി തുടങ്ങി. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നത്. ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേക അജണ്ട. ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിൽ വേഗത്തിലാണ് നടപടികൾ നടക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ എന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ആഴ്ച ദുരന്ത മേഖല സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉടൻ നൽകും. പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകും. ഉരുൾപൊട്ടിയ മേഖലകളിലെ സംയുക്ത തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികൾ ശുചിയാക്കി തുടങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കൺമുന്നിൽ. 35 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഇത് കട നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ വായ്പകളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഞാനും കുടുംബം ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവനം നടന്നു വന്നത്. ഫയർഫോഴ്സ് സംഘം മാത്രം ഇന്ന് ഉച്ചവരെ വെള്ളാർമല സ്കൂൾ ഭാഗത്ത് തിരച്ചിൽ നടത്തി. ഓരോ കടകളും തുറന്ന് എന്തെങ്കിലുമൊക്കെ വീണ്ടെടുക്കാനുണ്ടോ എന്ന് പരതുകയാണ് ചൂരൽമലക്കാർ. പതിയെ ഇനി ജീവിതത്തിലേക്ക് മടങ്ങണം. ടീം 24 വയനാട്.